കർണൻ വിശ്വസ്തതയാൽ ബന്ധിതനായ ഒരു വീരനാണോ അതോ വിധിയുടെ ക്രൂരമായ നീതിയുടെ ഇരയാണോ? കുന്തിയുടെ മകനാണെന്ന് അറിഞ്ഞിട്ടും കർണൻ അവളോട് പറഞ്ഞു, എനിക്ക് ദുര്യോധനനെ ഒറ്റിക്കൊടുക്കാൻ കഴിയില്ല അമ്മേ. എന്റെ ധർമ്മം അവന്റെ കൂടെ നിൽക്കുക എന്നതാണ്. കൃഷ്ണൻ കർണനെ പാണ്ഡവരുടെ പക്ഷം ചേരാൻ പ്രേരിപ്പിച്ചു. കർണൻ മറുപടി പറഞ്ഞു, എന്റെ അവസാനം അടുത്തിരിക്കുന്നുവെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എന്റെ വാക്ക് പാലിക്കണം. ഒരു ബ്രാഹ്മണന്റെ ശാപം കർണന്റെ രഥത്തെ യുദ്ധത്തിൽ ഒറ്റിക്കൊടുക്കാൻ വിധിച്ചു. അങ്ങനെ അവന്റെ വിധി നിർണയിച്ചു. കർണനും അർജുനനും ശക്തമായി പോരാടി. കർണന്റെ കഴിവ് എല്ലാവരെയും അമ്പരപ്പിച്ചു. കർണന്റെ രഥചക്രം കുടുങ്ങി. അവൻ അപേക്ഷിച്ചു, പാർത്ഥ, ധർമ്മം പിന്തുടരൂ, എന്റെ രഥം മോചിപ്പിക്കാൻ എന്നെ അനുവദിക്കൂ. കൃഷ്ണൻ അർജുനനെ മുൻകാല അനീതികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. കൃഷ്ണന്റെ വഴികാട്ടലിൽ അർജുനൻ മാരകമായ അസ്ത്രം തൊടുത്തുവിട്ടു. ഞാൻ ഒരു യോദ്ധാവായി കുമ്പിടാതെ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർണൻ വീണു. മരിക്കുമ്പോൾ അവൻ കുന്തിയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വിധിയോട് പൊരുതി ജീവിച്ചു. ഇന്ന് അമ്മ എന്നെ നിങ്ങളുടെ മകൻ എന്ന് വിളിച്ചതായി അറിഞ്ഞുകൊണ്ട് ഞാൻ വിശ്രമിക്കുന്നു.